ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റംസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ പാരലോഗ്രാം ലോയാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് നോക്കുന്നത് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റം ആണ്. ഇപ്പോൾ മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് ബാക്കിയുള്ള എല്ലാ പോർഷൻസിനകത്തേക്കും പോകുമ്പോൾ ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കുറേയേറെ ഫോഴ്സുകളുണ്ട്. ഇപ്പം ഇങ്ങനെ ഞാൻ 2-3 ഫോഴ്സുകൾ വരയ്ക്കുകയാണ്. ഇത് F1, ഇത് F2, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ട്. അപ്പം ഇതിനെയെല്ലാം ഒരൊറ്റ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റീപ്ലേസ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത്. പറയാൻ മനസ്സിലായോ? നമ്പർ ഓഫ് ഫോഴ്സസ് ഉണ്ട്. നമ്പർ ഓഫ് ഫോഴ്സസിനെ നമുക്ക് ഒരൊറ്റ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റീപ്ലേസ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പോകുമ്പോൾ അപ്പം റെസല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഫോഴ്സിനെ നമ്മൾ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. അപ്പം ഈ F1 എന്ന് പറയുന്ന ഫോഴ്സിനെ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നു ആൻഡ് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് F1 എന്ന് പറയുന്ന ഫോഴ്സിനെ എക്സിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് എഴുതുന്നു അല്ലെങ്കിൽ വൈയുടെ കമ്പോണൻ്റ് ആയിട്ട് എഴുതുന്നു. സോ അതിനെ പറയുന്ന പേരാണ് റെസല്യൂഷൻ. അങ്ങനെ കമ്പോണൻസ് ആക്കി മാറ്റുന്നത്, എക്സ് ആൻഡ് വൈ ആക്സിസിൻ്റെ കമ്പോണൻസ് ആക്കി മാറ്റുന്നതിനെ പറയുന്ന പേരാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്? ഇനിയും വേറൊരു കാര്യം കൂടെ അറിയാനുള്ളത്, ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം F1, F2 ഇപ്പം ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ട്. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അനദർ ഫോഴ്സ് കൊണ്ട്, ഒരൊറ്റ ഫോഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, റിസൾട്ടൻറ്റ്. അതേപോലെ തന്നെ ഒരു റിസൾട്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതായത് ഒരു സിംഗിൾ ഫോഴ്സ് ഉണ്ട്. ഇതിനെ എക്സ് ആൻഡ് വൈ കമ്പോണൻസ് ആക്കി മാറ്റുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് റെസല്യൂഷൻ. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കണം. റെസല്യൂഷനും അതേപോലെ തന്നെ എന്താണ് റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം കോമ്പോസിഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പം കോമ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഒറ്റ ഫോഴ്സിനെ 2 ഫോഴ്സാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ്. ഇനി നമുക്ക് നോക്കുമ്പോൾ റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. റെസല്യൂഷൻ ഓഫ് ഫോഴ്സിനകത്ത് പറയാൻ വേണ്ടിയിട്ട് എടുത്തേക്ക് നോക്കിക്കേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്താണ്ട് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ്. ഇത് വൈ ആക്സിസും ഇത് ഓക്കെ. റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് പറയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വരുന്നത് റെസല്യൂഷൻ ഓഫ് ഫോഴ്സസ് ആണ്. സോ റെസല്യൂഷൻ ഓഫ് ഫോഴ്സസിനകത്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലേ. സോ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ എക്സ് ആൻഡ് വൈ ആക്സിസിലേക്ക് മാറ്റി എഴുതുന്നതിനെ പറയുന്ന പേരാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പം ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സിനെ എക്സ് ആൻഡ് വൈ ആക്സിസിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഒന്നുകിൽ എക്സ് ആക്സിസുമായിട്ട് അല്ലെങ്കിൽ വൈ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾസ് എന്തായാലും തന്നിരിക്കണം. മനസ്സിലായോ? ഒന്നുകിൽ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്, ഏതെങ്കിലും ഒരു ആംഗിളൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ആക്കി മാറ്റി എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഇപ്പം ഏതെങ്കിലും ഒരു ഫോഴ്സ് എക്സ് ആക്സിസുമായിട്ടാണ് നമ്മൾ ആംഗിൾ മേക്ക് ചെയ്യുന്നത്. ആ ഫോഴ്സിന് എക്സ് ആക്സിസുമായിട്ട്, ഇതാണല്ലോ എക്സ് ആക്സിസുമായിട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. തീറ്റയോട് തൊട്ടടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ്, ഇതാണല്ലോ തീറ്റയുടെ, അതിനെ നമ്മൾ കോസ് എന്ന് അറിയപ്പെടുന്ന പേരിലും അതിൽ നിന്ന് മാറിക്കിടക്കുന്ന കമ്പോണൻറ്റിനെ നമ്മൾ സൈൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. എന്താണ്? തീറ്റയോട് തൊട്ടടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റിനെ കോസ് കമ്പോണൻ്റ് എന്നും മാറിക്കിടക്കുന്ന കമ്പോണൻറ്റിനെ സൈൻ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. അത് എഴുതുന്നത് നമ്മളൊരു ട്രയാങ്കിളൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ്. സോ ഇങ്ങനെ പഠിച്ചു വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. തീറ്റയോട് അടുത്ത് കിടക്കുന്ന കമ്പോണൻറ്റ് ഓൾവൈസ് കോസ് കമ്പോണൻറ്റ്, തീറ്റയിൽ നിന്ന് മാറിക്കിടക്കുന്ന കമ്പോണൻറ്റ് എപ്പോഴും സൈൻ കമ്പോണൻറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഗറിനകത്തേക്ക് വരാം. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് വെക്ടറിനെ റെക്റ്റാങ്കുലർ കമ്പോണൻസ് ആക്കി മാറ്റുകയാണ്. സോ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതാണ് ഫോഴ്സ് എഫ്, ഇത് എക്സും വൈയും ആക്സിസ് കാണിക്കുകയാണ്. വൈ ആക്സിസിൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ഉള്ള കമ്പോണൻറ്റിനെ എഫ് വൈ എന്നും എക്സ് ആക്സിസിൽ ഫോഴ്സിന് കറസ്പോണ്ടിങ് ഉള്ള കമ്പോണൻറ്റിനെ എഫ് എക്സ് എന്നും പറഞ്ഞുകൊണ്ടാണ് എടുത്തേക്കുന്നത്. മനസ്സിലായോ? എക്സ് ആക്സിസിൽ കറസ്പോണ്ടിങ് ഉള്ള കമ്പോണൻറ്റിനെ എഫ് എക്സ് എന്നും വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ഉള്ള കമ്പോണൻറ്റിനെ എഫ് വൈ എന്ന് പറഞ്ഞ പേരിലുമാണ് അറിയപ്പെട്ടേക്കുന്നത്.
ഇനി നോക്കിയാൽ അറിയാം ഇത് എഫ്. സോ ഇത് എക്സ് എഫ് എക്സ്. സോ നമുക്കിവിടെ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. അതിൻ്റെ ആംഗിൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളാണ്. ദെൻ തീറ്റ എന്ന് പറയുന്ന ആംഗിളിനെ നമുക്ക് സൈൻ തീറ്റയും കോസ് തീറ്റയും എഴുതാം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് സൈൻ തീറ്റയും കോസ് തീറ്റയും. അത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ദാണ്ട് ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ദാണ്ട് ഈ സൈഡിന് ഈക്വൽ ആയിരിക്കും. അതായത് എഫ് വൈക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് എഫ് വൈക്ക്. എഫ് വൈ ഡിവൈഡഡ് ബൈ ഇനി ഹൈപ്പോട്ട്ന്യൂസ്. ഇതാണ് ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസ് പറയുന്നത് നമ്മുടെ ഫോഴ്സ് ആണ്, ഗിവൺ ഫോഴ്സ് ആണ് എഫ്. സോ അതിനകത്തുനിന്ന് നമ്മൾ എഴുതുന്നത് ഏത് കമ്പോണൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ്? സൈൻ തീറ്റ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എഫ് വൈ ബൈ എഫ് ആണ്. സോ അതിനകത്തുനിന്ന് വൈ കമ്പോണൻ്റ് ആയിട്ടുള്ള എഫ് വൈക്ക് ഇക്വേഷൻ എഴുതാം. എഫ് വൈ എന്ന് പറഞ്ഞാൽ എഫ് എന്താണ്? സൈൻ തീറ്റ. ഇനി അതേപോലെ തന്നെ കോസ് കമ്പോണൻ്റ് എഴുതുകയാണെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്. അഡ്ജസൻറ്റ് സൈഡ് താണ്ട് ഇതാണ് എഫ് എക്സ്. ദെൻ ഹൈപ്പോട്ട്നോസ് എന്ന് പറയുന്നത് എഗൈൻ എഫ് തന്നെയാണ്. സോ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇതാ വന്നു എഫ് എക്സ് ബൈ എഫ്. അതിനകത്തുനിന്ന് നമുക്ക് എഫ് എക്സിന് ഇക്വേഷൻ എഴുതാം. എഫ് എക്സിന് ഇക്വേഷൻ എന്താണ്? എഫ് കോസ് തീറ്റ. പറഞ്ഞു മനസ്സിലായോ? എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റയും. അപ്പം വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സൈൻ തീറ്റയിലും എഫ് എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റയിലും വന്നു. കാരണം എന്താണ്? തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കമ്പോണൻ്റാണ് എക്സ് കമ്പോണൻ്റ്, ദാറ്റ് ഈസ് എഫ് എക്സ്. സോ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന കമ്പോണൻ്റ് നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കോസ് തീറ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോസ് തീറ്റ. പറഞ്ഞത് മനസ്സിലായോ? സോ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കാൻ പറഞ്ഞാൽ തീറ്റ എവിടെ കിടക്കുന്നു? തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന കമ്പോണൻ്റ് എപ്പോഴും കോസ് തീറ്റ ആണ്. ഇപ്പോൾ സപ്പോസ് ഇത് എഫ്, തീറ്റ ഇവിടെയായിരുന്നു കിടന്നത്. അപ്പം ഈ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ഏത് കമ്പോണൻ്റ് ആണ്? ദാണ്ട് എഫ് വൈ ആണ്. എഫ് വൈ ആണ്. സോ തീറ്റയുടെ തൊട്ട് കിടക്കുന്ന ഈ കമ്പോണൻ്റ് നമ്മൾ കോസ് തീറ്റ എന്നും ഇതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സൈൻ തീറ്റ എന്നും അറിയപ്പെടുന്നു. ഇനി ഏത് ഫോഴ്സിനെയാണ് നമ്മൾ കമ്പോണൻ്റ് ആക്കി മാറ്റുന്നത്? എഫ്. സോ എഫ് കോസ് തീറ്റയും എഫ് സൈൻ തീറ്റയും. ഇങ്ങനെ പേരിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഫോഴ്സ് കാണിച്ചിട്ടുണ്ട്. ദാ എഫ് വൺ, എഫ് ടു, എഫ് ത്രീ, എഫ് ഫോർ. ഇനി ഓരോ ഫോഴ്സിനും ദാ ഇത് എക്സ് ആക്സിസ് ആണ്. ഇത് എക്സ് ആക്സിസ് ആണ്. ഓരോ ഫോഴ്സിനും എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാണിച്ചിട്ടുണ്ട്. എഫ് വണ്ണിന് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ വൺ, എഫ് ടുവിന് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ടു, എഫ് ത്രീക്ക് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ്. ഇതാണ് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. ദെൻ എഫ് ഫോറിന് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഫോർ. അപ്പം ഓരോ ഫോഴ്സിനും എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഒരുപാട് ഫോഴ്സ് ഉണ്ടെങ്കിൽ എല്ലാ ഫോഴ്സിനെയും കൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ ഫോഴ്സ്, അതിനെയാണല്ലോ നമ്മൾ എന്ത് പറയുന്നത്? റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. സോ ആ റിസൾട്ടൻ്റ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ചിലപ്പം ഇവിടെ എവിടെയല്ലേ നമുക്ക് എക്സാക്റ്റ് പൊസിഷൻ എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും വിചാരിക്കുക ഈ എഫ് വണ്ണിൻ്റെയും എഫ് ഫോറിൻ്റെയും എഫ് ത്രീയുടെയും എഫ് ടുവിൻ്റെയും ഒക്കെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നത് ഇതാണ്. ഇത് എഫ് വണ്ണ്, എഫ് ടു, എഫ് ത്രീ എന്നെല്ലാം പറയുന്നത് അതെല്ലാം എന്താണ്? ഒരു ഫോഴ്സാണ്. സോ റിസൾട്ടൻ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയായിരിക്കും, ഒരു ഫോഴ്സ് തന്നെയായിരിക്കും. സോ ഈ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, അതായത് റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ആ ഫോഴ്സിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എഫ് വൈ ദി ഹോൾ സ്ക്വയർ. ഇനി എന്താണ് സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് വൈ? സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട് സം ഓഫ് ദി കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സസ് എലോങ് എക്സ് ആക്സിസ്. സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് സം ഓഫ് കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സസ് എലോങ് ദി വൈ ആക്സിസ്. അത് എന്താ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടേ ഇതിപ്പം എഫ് വൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിന് തീറ്റ വൺ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഇനി എഫ് വൺ എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഇൻക്ലൈൻഡ് ഫോഴ്സിന് എപ്പോഴും എക്സ് കമ്പോണൻറ്റ് കാണും, വൈ കമ്പോണൻറ്റും കാണും. മനസ്സിലായോ? അപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഇക്വേഷൻ എഴുതാൻ പോവാണ്. സോ ഈ എഫ് വൺ എന്ന് പറയുന്നത് ദാണ്ടേ എക്സ് ആക്സിസുമായിട്ട് ദാണ്ടേ തൊട്ടടുത്താണ് ആംഗിൾ കിടക്കുന്നത്. സോ ഇതിനെ നമ്മൾ എന്ത് പേര് അറിയപ്പെടുന്നു? കോസ് തീറ്റ എന്ന പേരിൽ അറിയപ്പെടുന്നു. കോസ് തീറ്റ വൺ അല്ലേ? ഇതെന്താണ് മാറിക്കിടക്കുകയാണ്. അതിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സൈൻ
θ1. ഇനി ഏത് ഫോഴ്സിനെയാണ് റിസോൾവ് ചെയ്തത്? F1നെ. സോ F1 cos θ1, F1 sin θ1. ഇതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസിൽ കിടക്കുന്ന കമ്പോണൻ്റ്. സോ ദാ F1 cos θ1 സിഗ്മ എഫ് എക്സ്. ഇനി സിഗ്മ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ Fx. അപ്പോൾ ഇതിപ്പോൾ F1ൻ്റെ മാത്രമല്ലേ ആയുള്ളൂ. നമുക്കിതുപോലെ F1 മാത്രമല്ല F2 ഉണ്ട്. സോ F2നെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടേ എക്സിനും വൈ ആക്സിസിനും റിസോൾവ് ചെയ്യണം. സോ തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റയും ഇതെന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റയുമാണ്. ആരുടെ കോസ് തീറ്റയും സൈൻ തീറ്റയും? F2ൻ്റെ കോസ് തീറ്റയും F2ൻ്റെ സൈൻ തീറ്റയും അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? Fx, അതായത് എക്സ് ആക്സിസിൽ കിടക്കുന്ന കമ്പോണൻറ്റ്. ഓരോ ഫോഴ്സിൻ്റെയും എക്സ് ആക്സിസിൽ കിടക്കുന്ന കമ്പോണൻസ്. സോ ഓരോ ഫോഴ്സിൻ്റെയും എക്സ് ആക്സിസിൽ കിടക്കുന്ന കമ്പോണൻസ് ഇതാണ് എക്സ് ആക്സിസ്, ഇവിടെ വരുന്ന കമ്പോണൻസ്. അപ്പോൾ F2ൻ്റെ ആകുമ്പോൾ എന്ത് വരും? F2 cos θ2. ഇനി നമ്മൾ സാധാരണ ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് പോകുന്നതിന് പ്ലസ് എക്സ് ആക്സിസ് എന്നും ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതിന് നെഗറ്റീവ് എക്സ് ആക്സിസ് എന്നും മുകളിലോട്ട് പോകുന്നതിന് പോസിറ്റീവ് വൈ ആക്സിസ് എന്നും താഴോട്ട് പോകുന്നതിന് നെഗറ്റീവ് വൈ ആക്സിസ് എന്നുമാണ് പഠിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ഫോഴ്സിൻ്റെ എക്സ് കമ്പോണൻ്റ് കിടക്കുന്നത് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണ്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് എന്താവും? മൈനസ് ആവും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, -F2 cos θ2. ഇനി മൂന്നാമത്തെ കമ്പോണൻ്റ് ഇതാണ്. സോ അതിന് എക്സ് ആൻഡ് വൈ ആക്സിസ് വരയ്ക്കുന്നു. എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാണിച്ചിട്ടുണ്ട് θ3. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ θ3യുടെ അടുത്ത് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് cos θ3യും ഇതെന്ന് പറയുന്നത് എന്താകും? സൈൻ θ3യും. ഇനി ആരുടെ ഇത്? F3 എന്ന് പറയുന്നതിനാണ്. F3 cos θ3, F3 sin θ3. പറഞ്ഞത് മനസ്സിലായോ? ഇനി എക്സ് കമ്പോണൻ്റ് ആണ് എടുക്കുന്നത്. സോ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിൽ വരും. സോ വീണ്ടും മൈനസ് വരും. സോ അപ്പോൾ സിഗ്മ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻ്റ് ആണ്. സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു ഫോഴ്സ് മാത്രമല്ല, F1 ഉണ്ട്, F4 ഉണ്ട്, F3 ഉണ്ട്, F2 ഉണ്ട്. അപ്പോൾ എല്ലാ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻറ്റിൻ്റെ സമ്മേഷനെ ഉദ്ദേശിക്കുന്നതാണ് സിഗ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് സിഗ്മ എഫ് വൈ ആണ്. സിഗ്മ എഫ് വൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ ഫോഴ്സിൻ്റെയും വൈ കമ്പോണൻസ്. ഇപ്പോൾ എല്ലാ ഫോഴ്സിൻ്റെ വൈ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്? F1ൻ്റെ വൈ കമ്പോണൻറ്റ്. F1ൻ്റെ വൈ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? F1 സൈൻ θ1. ഇത് മുകളിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് പോസിറ്റീവ്. സോ F1 സൈൻ θ1. ഇനി രണ്ടാമത്തെ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പം F2 ആകുമ്പോൾ അതിൻ്റെ ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ വരും. ഇതാണ് F2 എന്ന് പറയുന്നത്. സോ വൈ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഇത് വരും. F2 എന്താണ്? ആംഗിൾ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഇതെന്താകും? cos θ2 ആകും. ഇപ്പോൾ ഇതെന്താകും? F2 സൈൻ θ2 എന്നാകും. സോ അത് മുകളിലേക്ക് പോകുന്നു. പ്ലസ് F2 സൈൻ θ2. നെക്സ്റ്റ് വരുമ്പം F3 എന്ന് വരുമ്പോൾ ഇതായിരിക്കും F3. സോ ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആക്സിസ് ആണ്. സോ നെഗറ്റീവ് വരും. ദെൻ F3യുടെ ഇത് വരും. F3 ഇതെന്താണ്? F3 സൈൻ θ3. കാരണം തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ഈ കമ്പോണൻ്റ് ആണ് കോസ് കമ്പോണൻ്റ് ആയിട്ട് മാറുന്നത്, cos θ3. അപ്പോൾ ഇതെന്താകും? മൈനസ് സൈൻ θ3 ആകും. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. F3 സൈൻ θ3 കൂടെ ഉണ്ട്. ദെൻ F4 നെക്സ്റ്റ് ഫോഴ്സ് എടുക്കുമ്പം അതിനെയും വൈ കമ്പോണൻറ്റ് നെഗറ്റീവാണ്. സോ F4 സൈൻ θ4. നെക്സ്റ്റ് വരുന്നത് തീറ്റ. അതായത് ഇതിപ്പം സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്ന എല്ലാ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻറ്റുമായി വൈ കമ്പോണൻറ്റുമായി. സിഗ്മ എഫ് എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് കമ്പോണൻറ്റും സിഗ്മ എഫ് വൈ എന്ന് ഉദ്ദേശിക്കുന്നത് വൈ കമ്പോണൻറ്റുമായി. ഇനി വേണ്ടതപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടി, ആറിൻ്റെ വാല്യൂ കിട്ടി. ആറിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐ ഹോൾ സ്ക്വയറിൻ്റെയും സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഇനി ആറ് എത്ര ആംഗിളിലാണ് മാറി നിൽക്കുന്നത്? ആറ് തൊട്ടടുത്തുള്ള എക്സ് ആക്സിസുമായിട്ടും എത്ര, അതിനെ ഞാനിപ്പോൾ ഫൈ എന്ന് ഉദ്ദേശിക്കുന്നു. എത്ര ഫൈ, ഇവിടുന്ന് എത്ര ഫൈ. ഇനി റിസൾട്ടൻ്റ് ഇവിടെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും എത്ര ഫൈ മാറിയിട്ടാണ് ആ റിസൾട്ടൻ്റ് നിൽക്കുന്നത്. റിസൾട്ടൻ്റ് എത്രയാണോ വാല്യൂ കിട്ടുന്നത് ആ റിസൾട്ടൻ്റ് തൊട്ടടുത്തുള്ള എക്സ് ആക്സിസിൽ നിന്നും എത്ര ആംഗിൾ മാറിയിട്ടാണ് കിട്ടുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്
മോഡുലസ് ഓഫ് സിഗ്മ എഫ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ് എന്ന്. അതായത് ഇപ്പം റിസൾട്ടൻ്റ് തൽക്കാലം ഇവിടെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. സോ റിസൾട്ടൻ്റ് ഇവിടെ കിടക്കുക എന്ന് പറയുമ്പോൾ ഈ റിസൾട്ടൻ്റ് തൊട്ടടുത്തുള്ള എക്സ് ആക്സിസുമായിട്ട്, ഇതാണല്ലോ തൊട്ടടുത്തുള്ള എക്സ് ആക്സിസ്. ഇപ്പം എത്ര ആംഗിളിലാണ് ആ റിസൾട്ടൻ്റ് നിൽക്കുന്നത്? തൽക്കാലം തന്നെ ഞാനിപ്പം തീറ്റ എക്സ് എന്ന് പറഞ്ഞെടുത്തു. സോ ആ തീറ്റ എക്സ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ടാൻ ഇൻവേഴ്സ് മോഡുലസ് ഓഫ് സിഗ്മ എഫ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സസ് ഷോൺ ഇൻ ഫിഗർ. അപ്പം ഇതിനകത്തുള്ള ഓരോ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. സോ റിസൾട്ടൻ്റ് ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ ദ ഹോൾ സ്ക്വയർ. അപ്പം എല്ലാ ഫോഴ്സിൻ്റെയും ഇവിടെ ഏതൊക്കെ ഫോഴ്സ് വന്നിട്ടുണ്ട്? 150 ന്യൂട്ടണ്, 180 ന്യൂട്ടണ്, 80 ന്യൂട്ടണ്, 200 ന്യൂട്ടണ്. അപ്പോൾ ഓരോ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻ്റ് സമ്മേഷനും എടുക്കണം, വൈ കമ്പോണൻ്റ് സമ്മേഷനും എടുക്കണം. സപ്പോസ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് സിഗ്മ എഫ് എക്സ് ആണ്. അതായത് ഓരോ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻ്റ് സമ്മേഷൻ. ഫസ്റ്റ് 150. സോ 150 നിൽക്കുന്നു. ആംഗിൾ ഇതാണ് 30. ദെൻ അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് വേണം, വൈ കമ്പോണൻറ്റ്. അപ്പോൾ എക്സ് കമ്പോണൻറ്റ് ഇതാണല്ലോ. എക്സ് കമ്പോണൻറ്റ് ആംഗിളിനോട് തൊട്ടടുത്ത് കിടക്കുന്ന എന്താണ്? കോസ് 30 ആണ്. ആംഗിളിൽ നിന്ന് മാറി കിടക്കുന്ന ഈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ 30 ആണ്. ഇനി ഏത് ഫോഴ്സിനെയാണ് റിസോൾവ് ചെയ്തത്? 150 ആണ്. സോ 150 കോസ് 30 ദെൻ 150 സൈൻ 30. ഇനി നമ്മൾ എക്സ് ആണ് എടുക്കുന്നത്. എക്സ് പോസിറ്റീവാണ്, നെഗറ്റീവാണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് കൊണ്ട് പ്ലസ് 150 കോസ് 30. ഇനി രണ്ടാമത്തെ ഫോഴ്സ് വന്ന് 200 ആണ്. അപ്പോൾ 200നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇതാണ്ട് നമ്മുടെ ഫോഴ്സ് കിടക്കുന്നത് ഇങ്ങനെയാണ് 200. ആംഗിൾ തന്നിട്ടുള്ളത് ഇതാണ് 30 ഡിഗ്രി. അപ്പം ആംഗിളിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ഈ കമ്പോണിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? കോസ് തീറ്റ. അപ്പം കോസ് 30 ദെൻ ഇതെന്തായിരിക്കും? സൈൻ ആയിരിക്കും അല്ലേ? സൈൻ 30. ഇനി ഏത് ഫോഴ്സിനെയാണ് റിസോൾവ് ചെയ്തത്? 200 എന്ന് പറയുന്ന ഫോഴ്സിനാണ്. സോ 200 കോസ് 30 200 സൈൻ 30. ഇനി എക്സ് കമ്പോണൻ്റ് ആണ് എഴുതുന്നത്. എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. സോ ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ക്ലിയർ ആയോ? സോ മൈനസ് 200 കോസ് 30 എന്ന് വരും. മൈനസ് 200 കോസ് 30. ഇനിയും അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 80 എന്ന് പറയുമ്പോൾ ഇതാണ് 80യുടെ എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇതാണ് 80 റിസോൾവ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ആംഗിൾ എന്ന് പറയുന്നത് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളതാണ് ഈ ആംഗിളാണ്. സോ ആംഗിളിനോട് തൊട്ടടുത്ത് കിടക്കുന്നത് ഇതെന്ന് പറയുന്നത് എന്താകും? കോസ് 60യും ഇതെന്താകും? സൈൻ 60യും. ഇനി ഏത് ഫോഴ്സിനെയാണ് റിസോൾവ് ചെയ്തത്? 80. സോ 80 കോസ് 60, ഇവിടെ 80 സൈൻ 60. എക്സ് കമ്പോണൻ്റ് ആണ് എടുക്കുന്നത്. ഇതാണ് എക്സ് കമ്പോണൻ്റ്. എക്സ് കമ്പോണൻ്റ് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്? നെഗറ്റീവ് ഡയറക്ഷൻ. സോ മൈനസ് 80 കോസ് 60. നെക്സ്റ്റ് വരുന്ന ഏതാണ്? 180 നമുക്ക് റിസോൾവ് ചെയ്യുമ്പോൾ ഇതാണ് 180 റിസോൾവ് ചെയ്യുന്നത്. സോ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനിൽ തന്നിട്ടുള്ള ആംഗിൾ. സോ ഇതെന്ന് പറയുന്നത് കോസ് 45 ആകും. ഇതെന്താകും? സൈൻ 45 ആകും. ആരുടേത്? 180 എടുത്ത്. സോ 180 കോസ് 45 ഇവിടെ എന്താകും? 180 സൈൻ 45. നമ്മൾ ഇതാണ് എക്സ് ആക്സിസിൻ്റെ സമ്മേഷനാണ് എടുക്കുന്നത്. സോ എക്സ് റൈറ്റിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് പോസിറ്റീവ് സൈനാണ്. സോ പോസിറ്റീവ് 180 കോസ് 45. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഈ കാണുന്നത്. ഇനി അതേപോലെ തന്നെ എന്താണ്? വൈ കമ്പോണൻറ്റ്. വൈ കമ്പോണൻ്റ് ആകുമ്പോൾ ഓരോ ഫോഴ്സിൻ്റെയും വൈ കമ്പോണൻ്റ് പേരാണ് എഴുതേണ്ടത്. ഓരോന്നിൻ്റെയും വൈ കമ്പോണൻ്റ് ആണത്. സോ വൈ കമ്പോണൻ്റ് നമ്മൾ എടുക്കുന്നത് പഴയതുപോലെ തന്നെ എക്സ് കമ്പോണൻ്റ് എടുത്തു കഴിഞ്ഞാൽ മറ്റേത് ഓട്ടോമാറ്റിക്കായിട്ട് വൈ കമ്പോണൻ്റ് ആകും. ഇതിൻ്റെ ആകുമ്പോൾ ഇതാണ്. സോ ഈ കമ്പോണൻ്റ് എന്തായിരിക്കും? 150 സൈൻ 30 അല്ലേ? സോ 150 സൈൻ 30, അത് 150 സൈൻ 30 ആണ്. മുകളിലേക്ക് പോകുന്നത് കൊണ്ട് പ്ലസ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഇതിൻ്റെ
അപ്പം ഇത് മുകളിലേക്കാണ് പോകുന്നത്. ആംഗിൾ ദാണ്ട് ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഇതെന്താവും, കോസ് ആകും. ഇതപ്പോൾ എന്താകും, സൈൻ ആകും. സോ 200 സൈൻ 30 മുകളിലേക്ക് പോകുന്നത് കൊണ്ട് ദാറ്റ് ഈസ് പോസിറ്റീവ്. നെക്സ്റ്റ് വരുന്നതാണ്ടേ, അപ്പോൾ ആംഗിൾ ഇവിടെ തന്നിട്ടുള്ളത് കൊണ്ട് ഇതെന്തായാലും കോസ് ആകും. ദെൻ ഇതെന്തായാലും എന്താണ്, സൈൻ ആകും. ആരുടെ സൈന്, 80 സൈൻ 60. താഴേക്കാണ് എക്സ് പോകുന്നത്. സോ -80 സൈൻ 60. നെക്സ്റ്റ് പോകുന്നതാണ്ട് ഇതാണ് y കമ്പോണൻറ്റ്. സോ ഇവിടെയാണ് ആംഗിൾ തന്നിരിക്കുന്നത്. സോ ആംഗിളിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് എക്സ് ആയതുകൊണ്ട് സോ അത് കോസ് 45. അപ്പം ഇതെന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് എന്താകും, സൈൻ 45 ആകും. ആരുടേത്, 180 സൈൻ 45. താഴേക്കാണ് പോകുന്നത്. സോ അത് നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിൻ്റെ സമ്മേഷനിൽ നിന്നാണ് നമ്മൾ സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത്. സോ ആ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, -21.56. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ ദ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. സോ റിസൾട്ടൻ്റ് കിട്ടും. അതേപോലെ തന്നെ നമ്മളുടെ റിസൾട്ടൻ്റ് ഏത് ഡയറക്ഷനിൽ, അതായത് എക്സ് ആക്സിസിൽ നിന്നും എത്ര ആംഗിൾ മാറിയിട്ടാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സിഗ്മ എഫ് ഐ ബൈ എഫ് എക്സ്. അതായത് ഇവിടെ എഫ് ഐ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് മൈനസ് ആണ്. മോഡുലസ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്, നമ്മൾ മൈനസ് അവിടെ കൊടുക്കാനായിട്ട് പാടില്ല. സോ മോഡുലസ് എന്ന് പറയുമ്പോൾ സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് മൈനസ് മാറ്റിയിട്ട് എത്ര മാത്രമേ എഴുതാവൂ, 21.56 എന്ന് മാത്രമേ എടുത്തെഴുതാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണല്ലോ. സോ അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ആംഗിളും കിട്ടി. ഇനി റിസൾട്ടൻ്റ് എവിടെ കിടക്കുന്നു എന്നറിയണം അല്ലേ. ഇപ്പം റിസൾട്ടൻ്റ് എവിടെ കിടക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിഗ്മ എഫ് എക്സും എഫ് വൈയുടെയും സൈൻ നോക്കുക. അപ്പം സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്തായിട്ട്, പോസിറ്റീവായിട്ടാണ് കിട്ടിയത്. സിഗ്മ എഫ് വൈ എന്ന് പറഞ്ഞ് കിട്ടിയത് എന്തായിട്ടാണ്, നെഗറ്റീവായിട്ടാണ് കിട്ടിയത്. അതായത് എക്സ് ആക്സിസ് പോസിറ്റീവും വൈ ആക്സിസ് നെഗറ്റീവും. അങ്ങനെയുള്ള ഒരു സ്ഥലം എക്സ് ആക്സിസ് പോസിറ്റീവ് ആകണം, വൈ ആക്സിസ് നെഗറ്റീവ് ആകണം. അപ്പോൾ അത് ഏത് ക്വാഡ്രൻ്റാണ്, ഫോർത്ത് ക്വാഡ്രൻ്റ്. അപ്പം റിസൾട്ടൻ്റ് കിടക്കുന്നത് എങ്ങോട്ടാണ്, ഫോർത്ത് ക്വാഡ്രൻറ്റിലേക്കാണ് റിസൾട്ടൻ്റ് കിടക്കുന്നത്. ഈ റിസൾട്ടൻറ്റിന് തൊട്ടടുത്തുള്ള എക്സ് ആക്സിസ്, ഈ പോസിറ്റീവ് എക്സ് ആക്സിസ് അല്ലേ, ഈ ആംഗിളാണ് നമ്മൾ ഈ കണ്ടുപിടിച്ച 26.12 ഡിഗ്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഒരു ആംഗിളും കൂടി ഉണ്ട്, തീറ്റ ആറ്. തീറ്റ ആറ് നമ്മൾ മെഷർ ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റിസൾട്ടൻറ്റിനകത്തേക്ക് ഒരു ആംഗിൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റിസൾട്ടൻറ്റിലേക്ക് ഒരു ആംഗിൾ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് തീറ്റ ആർ എന്ന് പറയുന്നത്. ആ തീറ്റ ആർ ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഇതൊരു പോയിൻ്റാണ്. പോയിൻ്റ് ചുറ്റുമുള്ളത് എത്രയാണ്, 360 ഡിഗ്രിയാണ്. ആ 360-കകത്തുനിന്നുണ്ട് ഈ ആംഗിളും കുറച്ചാൽ പോലെ, 360 മൈനസ് 26.12 ഡിഗ്രി മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്ടേ 333.88. അതാണ് തീറ്റ ആർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ഒരു റിസൾട്ടൻ്റ് പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എഴുതുന്നത്. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കും, തീറ്റ കണ്ടുപിടിക്കും, തീറ്റ ആർ കണ്ടുപിടിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇവിടെ നോക്കിക്കേ, 300 ന്യൂട്ടൺ ഉണ്ട്. 300 ന്യൂട്ടൺ എന്താണ് നോക്കിക്കേ, ഇതാണ് 300 ന്യൂട്ടൺ. മുകളിലേക്കാണ് പോകുന്നത്. ദെൻ ആംഗിൾ തന്നിട്ടുള്ളതുണ്ട് ഈ ആംഗിൾ, അതായത് വൈ ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്ന 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അതൊരു ചേഞ്ച്. അതേപോലെ തന്നെ 200 ന്യൂട്ടൺ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടുത്തെ ടാൻജൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതായത് ആ ലൈൻ്റെ ടാൻജൻ്റ്, ആ ലൈൻ്റെ ആംഗിൾ, അതായത് എക്സ് ആക്സിസുമായിട്ടോ വൈ ആക്സിസുമായിട്ടോ മീറ്റ് ചെയ്യുന്ന ആംഗിൾ തന്നിട്ടില്ല, പക്ഷെ ടാൻജൻ്റ് ആണ് തന്നിരിക്കുന്നത്. ദെൻ തേർഡ് വരുമ്പം 300 ന്യൂട്ടൻ്റെ ഡയറക്ഷൻ നമ്മളിപ്പോൾ എല്ലാം പഠിച്ചതാണ്. ഇങ്ങനെ ഫോഴ്സ് പോകുന്നു, ഇങ്ങനെ ഫോഴ്സ് പോകുന്നു, ഇങ്ങനെ ഫോഴ്സ് പോകുന്നു. അപ്പോൾ ഓരോ ക്വാർട്ടറിലും അങ്ങനെ അങ്ങ് പോവുകയാണ്. തന്നെ ഇത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ, സെക്കൻഡ് ക്വാർട്ടറിൻ്റെ, തേർഡ് ക്വാർട്ടറിൻ്റെ, ഫോർത്ത് ക്വാർട്ടറിൻ്റെ. അപ്പം ആരോ പുറത്തേക്കാണ് നിൽക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അത് നോക്കിക്കേ, ആരോ ഉള്ളിലേക്കാണ് നിൽക്കുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ പ്രോബ്ലം ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, 300 ആണല്ലേ. ഇപ്പോൾ 300ൻ്റെ കേസിൽ 300നെ വരച്ചു. 300 തന്നിട്ടുള്ള ആംഗിൾ ഏതായിരുന്നു, താണ്ടേ ഈ ആംഗിളാണ് 30 ഡിഗ്രി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളോട് ആദ്യം
സിഗ്മ എഫ് എക്സ്, അതായത് എല്ലാ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻറ്റിൻ്റെ സമ്മേഷൻ, അതായത് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻ്റ് എഴുതണം. ഇവിടെ ആംഗിൾ ഇവിടെയാണ് കിടക്കുന്നത്. സോ ആംഗിളിനോട് തൊട്ടടുത്തുള്ള ഈ കമ്പോണൻറ്റിനെ നമ്മൾ കോസ് കമ്പോണൻറ്റ്, കോസ് 30 എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താകും? സൈൻ 30. ആരുടെ കോസ് 30, ആരുടെ സൈൻ 30? 300ൻ്റെ കോസ് 30 ആൻഡ് 300ൻ്റെ സൈൻ 30. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സ് കമ്പോണൻ്റ് എഴുതാനാണ്. ഇവിടെ എക്സ് കമ്പോണൻറ്റിൻ്റെ പേര് നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? 300 സൈൻ 30. അതായത് ആംഗിൾ നമുക്കിവിടെ തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഈ ആംഗിൾ ആയതുകൊണ്ടാണ് ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് സൈൻ 30യിൽ എഴുതാനുള്ള റീസൺ. ക്ലിയർ ആയോ പറഞ്ഞത്? സോ സൈൻ 30, 300 സൈൻ 30. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. സോ അത് പോസിറ്റീവ്. ഇനി രണ്ടാമത്തേതാണ്, ഇതാണ് രണ്ടാമത്തേത്. രണ്ടാമത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ എടുക്കുമ്പോൾ നമുക്ക് ഈ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, അതിൻ്റെ ടാൻജൻ്റാണ് തന്നിരിക്കുന്നത്. സോ ആ ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ലൈൻ ടാൻജൻറ്റ് 1 ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പം ഹൊറിസോണ്ടലും വെർട്ടിക്കലും തന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നതിന് നമുക്ക് ടാൻ തീറ്റ എന്ന് എടുക്കാം. ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡും ഉണ്ട് അല്ലേ? ഇപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/1. സോ ടാൻ തീറ്റ ഈക്വൽ ടു 1. സോ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1. അപ്പോൾ അതെത്ര വരും? തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അതായത് ഈ ആംഗിൾ 45 ഡിഗ്രി, ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്. അതായത് ഇതിനകത്ത് ഈ ആംഗിൾ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും 45, ആ ലൈൻ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. സോ അത് 45 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഈ ആംഗിൾ 45 ഡിഗ്രി. സോ അടുത്ത് കിടക്കുന്നത് കോസ് 45, മാറി കിടക്കുന്നത് സൈൻ 45. നമുക്ക് വേണ്ടത് എക്സ് കമ്പോണൻ്റ് ആണ്. ഇതാണ് എക്സ് കമ്പോണൻ്റ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. സോ എന്ത് വരും? മൈനസ് കോസ് 45, ആരുടേത്? 200ൻ്റേത്. സോ 200 മൈനസ് കോസ് 45. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇതാണ്. അപ്പോൾ ഇത് വരുമ്പം ഇതാണ് ആക്സിസ് അല്ലേ? നമ്മുടെ ഫോഴ്സ് കിടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഫോഴ്സ് കിടക്കുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ റിസോൾവ് ചെയ്യേണ്ടതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നമുക്കിതിനെ റിസോൾവ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഈ ആംഗിൾ 30 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും ആണല്ലോ. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റായി. നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അറിയാം, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്കാണ് പോകുന്നത്. സോ നമുക്കിവിടെ വരച്ചപ്പോഴും ഇതിൻ്റെ ബോട്ടത്തിൽ വെച്ചിട്ട് നമ്മൾ റിസോൾവ് ചെയ്തപ്പോഴും സെക്കൻഡ് ക്വാഡ്രൻ്റായി. ഇതെന്ന് പറയുന്നത് എന്താണ്? കോസ് 30. ആരുടേത്? 300ൻ്റേത്. സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയത് ലെഫ്റ്റ് സൈഡിലേക്കാണ് എക്സ് ആക്സിസ് പോകുന്നത്. സോ നെഗറ്റീവ് ആവും. നെഗറ്റീവ് കോസ് 300 കോസ് 30. ഇവിടെ വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്താലും ഇതാണ് ആക്സിസ്. അപ്പം ഇത് ആംഗിൾ 30 ആവണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിളാണ് 30 ആവുന്നത്. ദെൻ ഇതെന്തായിരിക്കും? കോസ് 30. ആരുടേത്? 300ൻ്റേത്. മനസ്സിലായോ? സോ 300 കോസ് 30. ഇനി ഇതേപോലെ തന്നെ സിഗ്മ FY എന്ന് പറയുന്നത് ഇതാണ്. സോ ഇതെന്തായിരിക്കും? കോസ് 30 ആയിരിക്കും y കമ്പോണൻറ്റ്. ആരുടേത്? 300ൻ്റേത്. മുകളിലേക്ക് പോകുന്നുണ്ട് 300 കോസ് 30. അതേപോലെ തന്നെ രണ്ടാമത്തെ ഈ ആംഗിൾ 45 ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 200 സൈൻ 45, കാരണം വെർട്ടിക്കൽ ആക്സിസ് പോകുന്ന താഴേക്കാണ്. ഈ ഒരു ഫോഴ്സിൻ്റെ. ദെൻ തേർഡ് വൺ 300. ഈ 300 പോകുന്നത് ഇങ്ങോട്ടാണ്. സോ അതിൻ്റെ y ആക്സിസ് എന്ന് പറയുന്നത് ഇതും എക്സ് ആക്സിസ് ഇതുമാണ്. സോ ഇവിടെ y ആക്സിസ് പോസിറ്റീവാണ്. സോ പോസിറ്റീവ് ആയതുകൊണ്ട് 300 സൈൻ 30. സോ സിഗ്മ FXും സിഗ്മ FYയും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം. റിസൾട്ടൻ്റ് ഇതാണ് ഇക്വേഷൻ. റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് സിഗ്മ FX ദ ഹോൾ സ്ക്വയർ പ്ലസ് FI ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ആൻസർ കിട്ടും.
ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഏത് ഡയറക്ഷനിൽ കിടക്കുന്നു എന്നറിയണം. സോ റിസൾട്ടൻ്റ് ഏത് ഡയറക്ഷനിൽ കിടക്കണം എന്നറിയാൻ വേണ്ടി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു അണ്ടേ മോഡുലസ് ഓഫ് സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ്. ഇപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് വൈ. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് എഴുതാൻ പാടുള്ളൂ. എഫ് എക്സ് ആണ്, ദെൻ അതും നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ തീറ്റ കിട്ടി. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ റിസൾട്ടൻ്റ് എവിടെ കിടക്കുവാണോ ആ റിസൾട്ടിന് തൊട്ടടുത്തുള്ള എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ. ഇപ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് എവിടെ കിടക്കുകയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എഫ് എക്സും എഫ് വൈയുടെയും സൈൻ അറിയണം. ഇവിടെ നോക്കിക്കേ, എഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവും എഫ് വൈ പോസിറ്റീവുമാണ്. അപ്പം എഫ് എക്സ് നെഗറ്റീവും എഫ് വൈ പോസിറ്റീവും. അപ്പം എഫ് എക്സ് എക്സ് ആക്സിസ് നെഗറ്റീവ് ആകുന്നതാണ്ട് ഇവിടെ, എഫ് വൈ പോസിറ്റീവ് ആകുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ആര് കിടക്കുന്നത്? റിസൾട്ടൻ്റ് കിടക്കുന്നത്. സോ ഈ ആംഗിളാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച തീറ്റ. ആ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 46.89. ദെൻ ഇനി തീറ്റ 6 വേണം. അപ്പം നമ്മുടെ റിസൾട്ടൻ്റ് കിടക്കുന്നത് ഇവിടെയാണല്ലേ. അപ്പം ഇത് നമുക്ക് കിട്ടിയ തീറ്റ 6 എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ റിസൾട്ടിനകത്തേക്ക് മാർക്ക് ചെയ്യുന്നതാണ് തീറ്റ 6. ഇവിടെ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? മൊത്തം ഇത് ഫുള്ള് 180 ആണ്. സോ 180 മൈനസ് ഈ തീറ്റ അങ്ങ് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇങ്ങനെയാണ് ആ തീറ്റയും തീറ്റ 6ഉം കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോഴ്സസ് ഓഫ് 50 ന്യൂട്ടൺ, 20 ന്യൂട്ടൺ, 25 ന്യൂട്ടൺ, 35 ന്യൂട്ടൺ ആൻഡ് 45 ന്യൂട്ടൺ ആക്ട് at an angular point of a regular hexagon towards the other angular points. Calculate magnitude and direction. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു റെഗുലർ ഹെക്സഗൻ്റെ ഓരോ പോയിന്റിലേക്കാണ് ഈ ഫോഴ്സസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനിടയ്ക്കുള്ള ആംഗിൾസും ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിലുള്ള ആംഗിള്, ദെൻ ഇത് തമ്മിലുള്ള ആംഗിള്, ദെൻ ഇതൊരു 90 ഡിഗ്രിയാണ്, ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി. ഈ കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൈൻഡായിട്ട് കിടക്കുന്ന ഫോഴ്സിന് നമുക്കറിയാം എക്സ് കമ്പോണൻറ്റും ഉണ്ട് വൈ കമ്പോണൻറ്റും ഉണ്ടെന്ന്. ഇതിനകത്തൊരു ഫോഴ്സ് ഇതാണ്ടേ കറക്റ്റ് എക്സ് ആക്സിസിൽ കിടക്കുന്നുണ്ട്. അപ്പം എക്സ് ആക്സിസിൽ കിടക്കുന്ന എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ആക്സിൽ കിടക്കുന്ന അല്ലെങ്കിൽ വൈ ആക്സിൽ കിടക്കുന്ന ഒരു ഫോഴ്സിന് കമ്പോണൻസ് ഉണ്ടോ? ഇല്ല. അതാണ് അറിയേണ്ടത്. അതായത് ഇപ്പോൾ എക്സ് ആക്സിസിൽ ഒരു ഫോഴ്സ് 15 കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് എഴുതുമ്പം എക്സ് ആക്സിസിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സിനെ അതേപോലെ 15 എന്ന് തന്നെ എഴുതിയാൽ മതി. ഇനി ആ 15 റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ പോകുന്നതെന്ന് കൂടെ നോക്കുക. റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായിട്ടും എടുക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താക്കി എടുക്കുക? നെഗറ്റീവാക്കി എടുക്കുക. അത്ര മാത്രം നോക്കിയാൽ മതി. ഇനി ഏതെങ്കിലും ഒരു ഫോഴ്സ് കറക്റ്റ് നമ്മുടെ വൈ ആക്സിസിൽ കിടപ്പുണ്ട് 15, എക്സ് ആൻഡ് വൈ ആക്സിസ് ആണിത്. അപ്പോൾ ഒരു ഫോഴ്സ് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിഗ്മ എഫ് വൈ എഴുതുന്ന സമയത്ത് ആ 15ൻ്റെ കൂടെ കോസ് തീറ്റായോ സൈൻ തീറ്റായോ ഒന്നും എഴുതേണ്ട, ജസ്റ്റ് 15 എഴുതിയാൽ മതി. 15 മുകളിലേക്കാണോ താഴേക്കാണോ നോക്കുക. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് 15ഉം താഴേക്കാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് 15ഉം, ജസ്റ്റ് അത്രയും കൊടുത്താൽ മതി. ക്ലിയർ ആയോ? സോ ഇവിടെ ഓരോ ഫോഴ്സിന് എഴുതാം. ആദ്യം സിഗ്മ എഫ് എക്സ് എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ഫോഴ്സിൻ്റെയും എക്സ് കമ്പോണൻറ്റ് ഫസ്റ്റ് ഫോഴ്സ് 15 ആണ്. ഈ 15 എക്സ് ആക്സിസിൽ കിടക്കുകയാണ്. സോ എക്സ് ആക്സിസിൽ കിടക്കുന്ന ഫോഴ്സിന് സിഗ്മ എഫ് എക്സ്. സോ സിഗ്മ എഫ് എക്സ് എഴുതുമ്പോൾ ജസ്റ്റ് 15 എന്ന് പറയുന്നത് മാത്രം കൊടുക്കുക. ജസ്റ്റ് 15 എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് കൊണ്ട് ദാറ്റ് ഈസ് പ്ലസ്. ഓക്കെ ആണല്ലോ? റൈറ്റ് സൈഡിലേക്ക് പോകുന്നത് കൊണ്ട് അത് പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് കൊടുത്തേനെ? മൈനസ് കൊടുത്തേനെ. പക്ഷേ ഇത് റൈറ്റ് സൈഡിലേക്ക് 15 കിടക്കുന്നു. സോ ജസ്റ്റ് +15 അത് മാത്രമേ. അത് എക്സ് ആക്സിസിൽ കിടക്കുന്നതിന് എക്സ് മാത്രം. എക്സിൻ്റെ എഴുതുമ്പം എക്സ് ആക്സിസിലുള്ളത് എഴുതുക. ഇനി വൈ ആക്സിസിൽ എന്തെങ്കിലും ഫോഴ്സ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ വൈയുടേത് എഴുതുമ്പോൾ സിഗ്മ എഫ് വൈ എഴുതുമ്പം അതിൻ്റെ കൂടെ എഴുതുക.
ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 20 ആണ്. 20ക്ക് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 തന്നിട്ടുണ്ട്. സോ 30 തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 20 ഡിഗ്രി, ദെൻ 30, ദെൻ ഇത് എക്സ് ആക്സിസ്. അപ്പോൾ എന്ത് വരും? 20 cos 30. ഇവിടെ വരുമ്പോൾ എന്ത് വരും? 20 sin 30. സോ ഇത് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. സോ പോസിറ്റീവ് 20 cos 30. നെക്സ്റ്റ് വരുന്ന എന്താണ്? 25. 25ന് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 പറയുന്നുണ്ട്. സോ 25 എന്ന് പറയുന്നത് മുകളിലേക്കാണ് പോകുന്നത്. സോ മുകളിലേക്ക് പോകുന്നത് കാരണം എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് വരും? 25 cos 60. റൈറ്റ് സൈഡിലേക്ക് പോകുന്നതുകൊണ്ട് പ്ലസ്. ഇനി ഈ ഫോഴ്സ് 35 കറക്റ്റ് വൈ ആക്സിസിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ വൈ ആക്സിസിൽ കൂടിയാണ് 35 പാസ് ചെയ്ത് പോകുന്നത്. സോ വൈ ആക്സിസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഫോഴ്സിന് സിഗ്മ എഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഇല്ല, 0 ആയിരിക്കും. അതായത് 35ന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കമ്പോണൻറ്റ് ഇല്ലായിരിക്കും. കാരണം അത് പാസ് ചെയ്ത് പോകുന്ന എന്താണ്? വൈ ആക്സിസിൽ കൂടെ. അപ്പോൾ വൈ ആക്സിസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതിന് എക്സ് കമ്പോണൻറ്റും ഇല്ലായിരിക്കും, എക്സ് ആക്സിസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതിന് വൈ കമ്പോണൻറ്റും ഇല്ലായിരിക്കും. അപ്പോൾ 35ന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഇല്ല. നെക്സ്റ്റ് വരുന്നതാണ്ടേ 45. അപ്പോൾ ഈ ആംഗിളാണ് തന്നേക്കുന്നത് 30. സോ നമ്മളോട് എക്സ് കമ്പോണൻ്റാണ് എഴുതാൻ പറഞ്ഞേക്കുന്നത്. സോ 45ൻ്റെ 45 ആംഗിളിനോട് തൊട്ടടുത്ത് കിടക്കുന്നത് കോസ് ഇതാണ്. സോ ഇതെന്ത് വരും? അപ്പം സൈൻ 30. സോ അത് പോകുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് 45 sin 30. അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സിഗ്മ എഫ് വൈ എഴുതുന്നത്. എഫ് വൈ എഴുതുമ്പോൾ എല്ലാത്തിനെയും വൈ കമ്പോണൻ്റ് എഴുതുക. ഈ 15ന് വൈ കമ്പോണൻ്റ് ഉണ്ടാകുമോ? 15ന് വൈ കമ്പോണൻ്റ് കാണത്തില്ല, കാരണം അത് ഹൊറിസോണ്ടൽ ആക്സിസിൽ തന്നെ കിടക്കുമായതുകൊണ്ട് അതിന് വൈ കമ്പോണൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകത്തില്ല. അങ്ങനെ എക്സ് കമ്പോണൻ്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതില്ല. ബാക്കിയുള്ളത് 20, 25, 35, 45 അതിൻ്റെ എല്ലാം വൈ കമ്പോണൻ്റ് എഴുതി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ കിട്ടി. ദെൻ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R is equal to root of sigma fx the whole square plus fi the whole square വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടി. ദെൻ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ tan ഇൻവേഴ്സ് സിഗ്മ fy ഡിവൈഡ് ബൈ സിഗ്മ fx. ഇനി അത് ഏത് ആക്സിസിൽ കിടക്കുന്നു എന്നറിയാം. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് എക്സും വൈയും പോസിറ്റീവ് ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സോ നമുക്ക് തീറ്റ ഇത് കിട്ടി. തൊട്ടടുത്ത് കിടക്കുന്ന എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ ദാറ്റ് ഈസ് 78.07. ഇനി തീറ്റ ആർ എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിൽ നിന്നും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുമ്പം തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ആർ ആയിരിക്കും.